പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുക SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. ഇലക്ട്രോണിക് ഡിവൈസുകളുടെ കാര്യത്തിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അല്ലെങ്കിൽ ലാച്ചുകളുടെ സഹായത്തോടു കൂടിയാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സർക്യൂട്ടിനകത്ത് 1 ബിറ്റ് ഡേറ്റയെ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. പോയ ഒരു ലെക്ചറിൽ SR ലാച്ച് എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. NAND ഗേറ്റുകളുടെ സഹായത്തോടു കൂടി SR ലാച്ചിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ലെക്ചർ നമ്പർ 31 നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ലെക്ചർ കാണണം. കാരണം ആ ലെക്ചർ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ലാച്ചുകളാണെങ്കിലും ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടുകളാണ്. അതായത് കറണ്ട് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയും കറണ്ട് ഇൻപുട്ടുകളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടുകളെ നമുക്ക് ലോജിക്കൽ സീക്വൻഷ്യൽ സർക്യൂട്ടുകൾ എന്ന് വിളിക്കാം. സോ സീക്വൻഷ്യൽ സർക്യൂട്ടായിട്ടുള്ള മെമ്മറി കൺസെപ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിനെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ലെക്ചറിൽ ചർച്ച ചെയ്യുക. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 4 NAND ഗേറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. മാത്രവുമല്ല, ലാച്ചസും ഫ്ലിപ്പ് ഫ്ലോപ്സും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ കഴിഞ്ഞൊരു ലെക്ചറിൽ സൂചിപ്പിച്ചിരുന്നു. ക്ലോക്ക് സിഗ്നലുകൾ ഇല്ലാത്ത സർക്യൂട്ടുകളെ നമുക്ക് ലാച്ചുകൾ എന്ന് വിളിക്കാം. എന്നാൽ ക്ലോക്ക് സിഗ്നലുകളോട് കൂടിയ ലാച്ചസിനെ അറിയപ്പെടുന്ന പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ നിങ്ങൾ സർക്യൂട്ടിൽ നോക്കിയാൽ 2 ഇൻപുട്ടുകളാണ് നമ്മൾ കാണുന്നത്. S എന്നും R എന്നുമുള്ളൊരു ഇൻപുട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ക്ലോക്ക് സിഗ്നലെയാണ്. ഈ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്ലോക്ക് സിഗ്നലും ആകാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്ലോക്ക് സിഗ്നലും ആകാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ക്ലോക്ക് സിഗ്നലിൽ എങ്ങനെയാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, 4 NAND ഗേറ്റുകളാണ് നമ്മളിവിടെ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസെപ്റ്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 4 NAND ഗേറ്റുകളെ നമുക്ക് പറയാനുള്ള എളുപ്പത്തിന് 4 കളർ കോഡുകളും കൊടുത്തിട്ടുണ്ട്. സോ ഈ 4 NAND ഗേറ്റുകളുടെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്കൊരു മെമ്മറി കൺസെപ്റ്റിലേക്ക് എത്താം എന്നതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു തുടങ്ങുകയാണ്. സർക്യൂട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് രണ്ടാമത് വരുന്ന 2 സെറ്റ് NAND ഗേറ്റുകൾ, ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന, ബോക്സ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ റീജിയൻ നോക്കിയാൽ ഇത്രയും ഏരിയാസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ SR ലാച്ച് തന്നെയാണ്. NAND ഗേറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത SR ലാച്ച് തന്നെയാണ് ഒരു സെക്കൻഡറി സർക്യൂട്ടായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക. അതായത് യെല്ലോ NAND ഗേറ്റും ഗ്രീൻ NAND ഗേറ്റിൻ്റെയും ഔട്ട്പുട്ടുകൾ വരുന്നത് ഒരു SR ലാച്ചിലേക്കാണ്. സോ SR ലാച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ചർച്ച ചെയ്യുകയില്ല. മറിച്ച് SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിളിനെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിങ്ങിനെ ഇവിടെ ചർച്ച ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, SR ലാച്ചിൻ്റെ പ്രീവിയസ് ലെക്ചർ കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ലെക്ചർ ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പ്രിയ വിദ്യാർത്ഥികളെ, SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. SR ലാച്ച് NAND ഗേറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു നോട്ട് യൂസ്ഡ് കണ്ടീഷനാണ്. കാരണം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത് കൊണ്ട് തന്നെ 0 എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ 0 ആകുന്ന കണ്ടീഷൻ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുകയില്ല. 1 എന്ന് പറയുന്ന കണ്ടീഷൻ മെമ്മറി കണ്ടീഷനാണ്. എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 0 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ടിനെ Q കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. Qവിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റഡ് വാല്യൂ ആണ് Q ബാർ അല്ലെങ്കിൽ Q കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ട്രൂത്ത് ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇനി നമ്മൾ ഈ ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. സോ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ നമുക്ക് സെക്കൻഡറി ആയിട്ടൊരു SR ലാച്ചിനെ കാണാം. ആദ്യമേ തന്നെ 2 NAND ഗേറ്റുകളെ നമുക്ക് കാണാം. ഇവിടെ യെല്ലോ കളറിലും ഗ്രീൻ കളറിലും കൊടുത്തിരിക്കുന്ന 2 NAND ഗേറ്റുകളെ കാണാം. അങ്ങനെയുള്ള ആദ്യത്തെ യെല്ലോ NAND ഗേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ NAND ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് S എന്ന് പറയുന്ന സെറ്റ് പിന്നാണ്. രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ക്ലോക്ക് സിഗ്നലാണ്. ഇനി നോക്കുക, ഗ്രീൻ കളർ NAND ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് റീസെറ്റ് എന്ന് പറയുന്നൊരു പിന്നും അതുപോലെ തന്നെ ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നൽ പിന്നുമാണ്. സോ അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികളെ, യെല്ലോ NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ ഞാനിവിടെ വിളിച്ചിരിക്കുന്നത് S* എന്നും ഗ്രീൻ NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ വിളിച്ചിരിക്കുന്നത് R* എന്നുമാണ്. S* എന്ന് പറയുന്നത് S.clock ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് S.clock ദ ഹോൾ കോംപ്ലിമെൻ്റ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NAND ഗേറ്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു NAND ഗേറ്റുകൾ എന്ന് പറയുന്നത്
ബൈനറി ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനെ പ്രൊവൈഡ് ചെയ്യുന്ന ലോജിക്കൽ ഗേറ്റുകളാണ്. അതുകൊണ്ടാണ് എസ് ഡോട്ട് എന്ന് പറയുന്നത് ഇവിടെ ആൻഡ് ഓപ്പറേഷനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എസ് ആൻഡ് ക്ലോക്ക്, എസ് ഡോട്ട് ക്ലോക്ക്. ഹോൾ കോംപ്ലിമെൻ്റ് വരാനുള്ള കാരണം ഇത് നാൻഡ് ഗേറ്റ് ആയതുകൊണ്ടാണ്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ എസ് സ്റ്റാർ എന്ന് പറയുന്നത് എസ് ഡോട്ട് ക്ലോക്ക് ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ ആർ സ്റ്റാർ എന്ന് പറയുന്നത് ആർ ഡോട്ട് ക്ലോക്ക് ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഇനി നോക്കുക, ഡി മോർഗൻ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻ്റ് ആണ്. ഇതാണ് ഡി മോർഗൻ പ്രിൻസിപ്പിളിനകത്ത് പറയുന്ന ബേസിക് ആയിട്ടുള്ള തത്വം. സോ ഡി മോർഗൻ പ്രിൻസിപ്പിൾ പ്രകാരം എസ് ഡോട്ട് ക്ലോക്ക് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻ്റ് ആണ്. എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. സോ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. സോ നമ്മുടെ സർക്യൂട്ടിലേക്ക് ട്രൂത്ത് ടേബിളിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ആദ്യം ഞാൻ കൊടുക്കുന്ന വാല്യൂ ക്ലോക്കിൻ്റെ വാല്യൂ 0. സോ വൺസ് ക്ലോക്ക് സിഗ്നൽ 0 ആണെങ്കിൽ നോക്കുക, എസ് സ്റ്റാർ എന്ന് പറയുന്നത് എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻ്റ് ആണ് എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ക്ലോക്കിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണെങ്കിൽ ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് എസ് സ്റ്റാർ എന്ന് പറയുന്നത് എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 എന്ന് വരും. എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ഏതൊരു വാല്യൂവിൻ്റെ കൂടെ ബൈനറി 1നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈനറി 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ എസ് സ്റ്റാറിനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ഇൻ എ സിമിലർ വേ ആർ സ്റ്റാർ എന്ന് പറയുന്നതും ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻ്റ് ആണ്. ക്ലോക്കിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. 0 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ ആർ സ്റ്റാർ ഇസ് ഈക്വൽ ടു ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1. ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1 വിൽ റിസൾട്ട്സ് ഇൻ 1. സോ എസ് സ്റ്റാറിൻ്റെയും ആർ സ്റ്റാറിൻ്റെയും വാല്യൂ ഇവിടെ 1 ആയി കഴിഞ്ഞു. 1 ആയി എങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ടത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തെ എസ് ആർ ലാച്ച് എന്ന് പറയുന്ന ആ സെക്കൻഡറി ആയിട്ടുള്ള സർക്യൂട്ടിനെയാണ്. ഇവിടെ നോക്കുക, രണ്ടാമത്തെ സർക്യൂട്ടിനകത്തേക്ക് എസ് ആർ ലാച്ചിൻ്റെ സർക്യൂട്ടിനകത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സിഗ്നലുകൾ എന്ന് പറയുന്നത് 1 1 എന്ന് പറയുന്ന ഇൻപുട്ടാണ്. എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് താഴെ കാണിച്ചിട്ടുണ്ട്. എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ പ്രകാരം 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മെമ്മറി കണ്ടീഷനാണ്. 1 1 എന്ന് പറയുന്നത് മെമ്മറി കണ്ടീഷനാണ് എങ്കിൽ നമുക്ക് പറയാം ക്ലോക്ക് സിഗ്നൽ 0 ആയിട്ടുള്ള ഏതൊരു കോമ്പിനേഷനെ എടുത്താലും വൺസ് ക്ലോക്ക് സിഗ്നൽ 0 ആണ് എങ്കിൽ എസിൻ്റെ വാല്യൂവും ആറിൻ്റെ വാല്യൂവും 0യോ 1ഓ വന്നാലും നമുക്ക് ആ റിസൾട്ടുകളെല്ലാം തന്നെയും ഈൽഡ് ചെയ്യുന്നത് മെമ്മറിയിലേക്കാണ്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. സോ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ക്ലോക്ക് സിഗ്നൽ 0 ആക്കിയാൽ നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തേക്ക് കിട്ടുക. സിംപ്ലി നമുക്ക് പറയാം ക്ലോക്ക് സിഗ്നൽ ഒന്നും തന്നെ ഇല്ല. ക്ലോക്ക് സിഗ്നൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് സിഗ്നൽ ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലോക്ക് സിഗ്നൽ 0 ആണ്, അല്ലെങ്കിൽ നമ്മൾ സിഗ്നലുകളൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് വാല്യൂ, ആ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രിസർവ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മെമ്മറി എന്ന കണ്ടീഷനിലേക്ക് എത്താം. സോ ക്ലോക്ക് സിഗ്നൽ 0 ആണ് എങ്കിൽ ദാറ്റ് വിൽ ഈൽഡ്സ് ടു എ മെമ്മറി കണ്ടീഷൻ വിതൗട്ട് കൺസിഡറിങ് ദ വാല്യൂസ് ഓഫ് എസ് ആൻഡ് ആർ. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നമ്മൾ രണ്ടാമത്തെ സിഗ്നലിലേക്ക് പോവുകയാണ്. ക്ലോക്ക് സിഗ്നൽ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലോക്ക് സിഗ്നൽ 1 ആണ് എങ്കിൽ നോക്കുക, എസ് സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻ്റ് ആണ്. അതായത് എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 കോംപ്ലിമെൻറ്റ്. 1ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ കൂടെ ബൈനറി 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെയായിരിക്കും റിസൾട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എസ് സ്റ്റാർ എന്ന് പറയുന്നത് എസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. എസ്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നോ ആ കോംപ്ലിമെൻ്റ് ആയിരിക്കും യെല്ലോ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ആറിന് എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും ഗ്രീൻ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസ്സിനും ആറിനും ഓരോ വാല്യൂസിനെ ഇട്ടുകൊടുത്ത് നോക്കാം. ഫസ്റ്റിലെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇതാണ്. എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 0. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു എസ് സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് കോംപ്ലിമെൻ്റ് ആണ്. അതായത് എസിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആയതുകൊണ്ട് തന്നെ എസ് സ്റ്റാറിൻ്റെ വാല്യൂ 1 ആണ്. ആർ എന്ന് പറയുന്നത് നമ്മൾ 0 ആണ് കൊടുത്തത്. ആർ സ്റ്റാർ എന്ന് പറയുന്ന ആർ കോംപ്ലിമെൻ്റ് ആണ്. അതായത് ആറിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണെങ്കിൽ ആർ സ്റ്റാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇവിടെ എസ് സ്റ്റാറിൻ്റെയും ആർ സ്റ്റാറിൻ്റെയും വാല്യൂ 1 1 ആണ്.
1 ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? SR ലാച്ചിനകത്ത് ഈ 1 എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ എന്തായിരിക്കും ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്നതിനെ കുറിച്ചാണ്. SR ലാച്ചിൻ്റെ 1 കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു മെമ്മറി കണ്ടീഷനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ക്ലോക്ക് 1 ആണെങ്കിൽ എസിൻ്റെ വാല്യൂവും ആറിൻ്റെ വാല്യൂവും 0 ആണ് എങ്കിൽ ഇവിടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകും. അതായത് പ്രീവിയസ്ലി എന്ത് ഡേറ്റയാണോ ക്യൂവിനകത്തും ക്യൂ കോംപ്ലിമെൻറ്റിനകത്തും ഉണ്ടായിരുന്നത് ആ ഡേറ്റയെ നമുക്ക് അതുപോലെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് കേസ്. അടുത്ത കേസ് ഇതാണ്. എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 1. ക്ലോക്ക് സിഗ്നൽ ഇപ്പോഴും 1 തന്നെയാണ്. സോ നോക്കുക, എസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് സ്റ്റാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആറിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ആർ സ്റ്റാർ എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റഡ് ആണ്, 0 ആയിരിക്കും. സോ SR ലാച്ചിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് 1, 0 എന്ന് പറയുന്ന ഇൻപുട്ടാണ്. 1, 0 ഇൻപുട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ പ്രകാരം നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഔട്ട്പുട്ട് Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളിൽ നമുക്ക് ക്ലോക്ക് സിഗ്നൽ 1, S വാല്യൂ 0, R വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. അടുത്ത കേസ് ഇതാണ്. എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 0. എസിൻ്റെ വാല്യൂ 1 ആണ്, ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് സ്റ്റാർ എന്ന് പറയുന്നത് 0-ഉം ആറ് സ്റ്റാർ എന്ന് പറയുന്നത് 1-ഉമായിരിക്കും. സോ ഇനി നമ്മൾ നോക്കുക, SR ലാച്ചിനകത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടീഷൻ എസ് വാല്യൂ 0, ആർ വാല്യൂ 1. സോ 0, 1 കണ്ടീഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് റിസൾട്ട് ചെയ്യുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്ലോക്ക് സിഗ്നൽ 1, എസ് വാല്യൂ 1, ആർ വാല്യൂ 0 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളെ, അവസാനത്തെ കേസ് ഇതാണ്. എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ 1 ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? സോ എസിൻ്റെ വാല്യൂ 1 ആണ്, ആറിൻ്റെ വാല്യൂവും 1 ആണ്. സോ ഇവിടെ നോക്കുക, എസ് സ്റ്റാറിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും, ആർ സ്റ്റാറിൻ്റെ വാല്യൂവും 0 ആയിട്ട് മാറും. സോ 0, 0 എന്ന് പറയുന്ന കണ്ടീഷൻ SR ലാച്ചിൻ്റെ 0, 0 കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ടറി കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ടീഷനെ 0, 0 കണ്ടീഷനെ യൂസ് ചെയ്യാറില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 1, 1 എന്ന് പറയുന്ന കണ്ടീഷൻ ക്ലോക്ക് സിഗ്നൽ 1 ആയിരിക്കുമ്പോൾ എസിൻ്റെ വാല്യൂവും ആറിൻ്റെ വാല്യൂവും 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് യൂസ് ചെയ്യാറില്ല. സോ ലാസ്റ്റ് സ്റ്റേറ്റിനെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് യൂസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ക്ലോക്ക് സിഗ്നൽ 1, എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ആൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. പ്രിയ വിദ്യാർത്ഥികളെ, എങ്ങനെയാണ് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വഴി മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക? അതായത് ട്രൂത്ത് ടേബിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ക്ലോക്ക് സിഗ്നലിൻ്റെ വാല്യൂ 0, അതായത് ക്ലോക്കിന് നമ്മൾ സിഗ്നലുകളൊന്നും കൊടുക്കുന്നില്ല, വോൾട്ടേജ് ആബ്സെൻ്റ് ആണ്, ഒരു സിഗ്നലും കൊടുക്കുന്നില്ല എന്ന് സങ്കല്പിക്കുകയാണ് എങ്കിൽ നേരത്തെ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരുന്നോ അല്ലെങ്കിൽ എന്ത് ഔട്ട്പുട്ടായിരുന്നോ ഉണ്ടായിരുന്നത് ആ ഔട്ട്പുട്ടിനെ അതുപോലെ പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ കണ്ടീഷനെയാണ് മെമ്മറി കണ്ടീഷൻ എന്ന് വിളിക്കുക. ഇനി ക്ലോക്കിൻ്റെ വാല്യൂ 1 ആണ്, എസിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിലും ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മെമ്മറി സ്റ്റേജ് ആയിരിക്കും. എന്നാൽ ക്ലോക്കിൻ്റെ വാല്യൂ 1-ഉം സെറ്റിൻ്റെ വാല്യൂ 1-ഉം ആണെങ്കിൽ ക്ലോക്കിൻ്റെ വാല്യൂ 1, സെറ്റ് പിന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ക്ലോക്കിൻ്റെ വാല്യൂ 1, റീസെറ്റ് പിന്നിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലോക്കിൻ്റെ വാല്യൂവും 1 ആണ്, സെറ്റ് പിന്നിൻ്റെയും റീസെറ്റ് പിന്നിൻ്റെയും വാല്യൂവും 1 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോട്ട് യൂസ്ഡ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ കണ്ടീഷൻ ആയിരിക്കും. അൺസ്റ്റേബിൾ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ യൂസ് ചെയ്യാത്തത്. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങനെ ഒരു മെമ്മറി യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് കൺസെപ്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നമ്മൾ കാണിക്കുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പിന്നുകളാണ് സെറ്റ് പിൻ, റീസെറ്റ് പിൻ അല്ലെങ്കിൽ ഇൻപുട്ട് പിന്നുകൾ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് പിന്നുകൾ. 2 ഔട്ട്പുട്ട് പിന്നുകളാണുള്ളത്, ക്യൂവും ക്യൂ കോംപ്ലിമെൻറ്റും. ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടും ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുമാണ്. നമുക്ക് ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഒരു ക്ലോക്ക് സിഗ്നലിനെയും കൂടെ കാണാം. ക്ലോക്ക് സിഗ്നൽ 0 ആണ് എങ്കിൽ ക്യൂ കോംപ്ലിമെൻ്റ് വാല്യൂസിനെ എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് സ്റ്റോർ ചെയ്യും.
ക്ലോക്ക് 1 ആണെങ്കിൽ ട്രൂത്ത് ടേബിൾ പ്രകാരമുള്ള വർക്കിംഗ് ആയിരിക്കും ഇവിടെ നടക്കുക. സോ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുക എങ്ങനെയാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളും എക്സൈറ്റേഷൻ ടേബിളും ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. സോ ഈ ഒരു ലെക്ചർ നന്നായിട്ട് മനസ്സിലാക്കുക. പോയ ലെക്ചറിലെ SR ലാച്ചിനെ കുറിച്ച് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നത് വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.